നമ്മൾ നമ്മൾ ഈ ഭൂമി തുടങ്ങിയ കാലം മുതൽ ഈ ശക്തന്മാർ ഭരിക്കുന്നു എന്നുള്ള ഒരു ആശയമാണ് നമുക്കുള്ളത്. ഏറ്റവും ശക്തിയുള്ളവനായിരിക്കും അവിടുത്തെ നേതാവ്, അവൻ അടക്കി ഭരിക്കും. അതിൽ നിന്ന് മാറി വന്നത് സംസ്കാരങ്ങളിലൂടെയാണ്. ആ സംസ്കാരങ്ങളിലൂടെ നമ്മൾ ജനങ്ങളാൽ എടുക്കുന്ന ഭരണാധികാരികൾ ഭരിക്കണം എന്നുള്ള നിലയിൽ നമ്മൾ എത്തി ആധുനിക യുഗത്തിൽ. ഈ ആധുനിക യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ പ്രാകൃത സംസ്കാരമാണ് ഈ പറയുന്ന ഈ സൈക്കോപാത്തുകൾ അവരുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ആരാണ് തലയെടുത്ത് നിൽക്കുന്നത് അവനെ തകർക്കുക. തനിക്ക് മുന്നിൽ എന്തെങ്കിലും ഒരാൾ ചോദ്യം ചെയ്യാൻ ഒരാളുണ്ടാകരുത്. അമേരിക്കയിൽ ചോദ്യം ചെയ്യാൻ ഒരാളുണ്ടാകരുത്. ഇപ്പം ഈ മധ്യേഷ്യയിൽ ചോദ്യം ചെയ്യാൻ ഒരാളുണ്ടാകരുത് എന്ന് പറയുന്ന ആ ഒരു പ്രാകൃത ചിന്തയിൽ നിന്നാണ് അത്തരം സൈക്കോപാത്തുകളുടെ ചിന്തകളിലൂടെയാണ് ഈ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഈ സൈക്കോപാത്തുകളുടെ നേതാക്കളെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ യുദ്ധത്തിൽ പക്ഷം പിടിക്കുന്ന നാട്ടുകാരുണ്ടല്ലോ, നമ്മുടെ നാട്ടിലാണുണ്ട്. ഈ ഇത്രയും കുട്ടികൾ മരിച്ചതിന് ഒരു കരുണയില്ലാതെ ന്യായീകരിക്കുന്ന എത്രയോ ആൾക്കാർ, എത്രയോ പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് പോട്ടെ, എത്ര കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത്? അവരെന്ത് ചെയ്തിട്ടാണ്? അവരെന്ത് രാഷ്ട്രീയമാണ് അവർക്കുള്ളത്? അവർക്കൊരു രാഷ്ട്രീയമില്ല. അവർ നമ്മുടെയൊക്കെ മക്കളെ പോലെ ഓരോ അച്ഛനും അമ്മയ്ക്കും പിറന്ന അവർ പഠിക്കാൻ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അവരെല്ലാം പാടെ കൊന്ന് തള്ളുകയാണ്. എന്നിട്ട് അതിലെന്തെങ്കിലും ഒരു പശ്ചാത്താപം ഈ പറയുന്ന സൈക്കോപാത്തുകൾക്കുണ്ടോ? അത് അവർക്ക് ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം, അവർക്ക് ലോകം പിടിച്ചടക്കാനുള്ള വ്യഗ്രതയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടുകാർ, അവരെ പക്ഷം പിടിക്കുന്ന നമ്മുടെ നാട്ടുകാർക്ക് എത്ര അവരെക്കാൾ വലിയ സൈക്കോപാത്തുകളാണ് നമ്മൾ ഇതിനെ ന്യായീകരിക്കുന്ന പലരെയും അങ്ങനെ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ അത് ഇപ്പോൾ തന്നെ ഈ പക്ഷം പിടിക്കുന്ന നാട്ടിൽ അപ്പം എങ്ങനെയാണ് ഇത്തരം നേതാക്കൾ ഉണ്ടാകാതെ ഇരിക്കുന്നത്? ഇങ്ങനെ സൈക്കോപാത്തുകളെ പക്ഷം പിടിക്കുന്ന നാട്ടുകാരും ലോകജനതയും ഉണ്ടെങ്കിൽ ഇത്തരം സൈക്കോപാത്തുകൾ ഇനിയും ഉണ്ടാവും. ഇനി ഇതുപോലുള്ള യുദ്ധങ്ങൾ ഉണ്ടാവും. ലോക സമാധാനം ഒരിക്കലും നമുക്കുണ്ടാവില്ല. മാനവികത വളർന്ന് ഇപ്പോൾ ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ ആ ശക്തി, അത് എത്രയോ രാജ്യങ്ങൾ പട്ടിണിയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ എത്രയോ നരകിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇവിടെ. അവരെ സഹായിക്കാൻ വേണ്ടി കൈവയ്ക്കാൻ ഇവരാരെങ്കിലും തയ്യാറാവും? ഇല്ല. ഇവർ ഈ ഫണ്ട് അല്ലെങ്കിൽ ഈ എനർജി ഉപയോഗിക്കുന്നത് തലയെടുത്ത് വരുന്ന, തനിക്ക് നാളെ തന്നെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഒരു ശക്തിയായി ഒരുത്തൻ വളർന്നു വരികയാണെങ്കിൽ അവനെ തകർക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് മാറി വരണം. അത് ഇനി മാറി വരണമെന്നുള്ളൊരു പ്രതീക്ഷയുമില്ല. ഇനി ഇങ്ങനെയൊക്കെ തന്നെ പോകും. Thank you.